എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അന്ന് ഞാനൊരു പാർട്ട് 1 ആയിട്ട് കിച്ചണിലേക്കുള്ള ടിപ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം അധികം ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് പോയിട്ട് ആ വീഡിയോ കാണണം കേട്ടോ. അതിൻ്റെ ബാക്കിയാണിത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 15 ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചധികം ടിപ്സ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അടുക്കളയില്ലേ, ആദ്യം തന്നെ മുടി ഒന്ന് കെട്ടി വയ്ക്കാം. എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലയുടെ കാര്യം. കടല കുതിർത്ത് വെക്കുന്ന കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്നൊരു കാര്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ തന്നെ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1-2 മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ അതിനെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ നന്നായിട്ട് കറിക്ക് വേണ്ട നല്ല വേവ് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ അമ്മ ഓവർനൈറ്റൊക്കെ അത് സോക്ക് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ വെക്കാൻ മറന്ന ദിവസങ്ങളിൽ ഒരു 2 മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ ചെറുപയറിനെ കുതിർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ദാവൺഗിരിയിൽ കണ്ടുവരുന്നൊരു സംഭവമാണ് കേട്ടോ. അവിടെ നമ്മൾ കൂടുതലും പച്ചരി, അതായത് വൈറ്റ് റൈസ്, സോഡ മസൂരിയൊക്കെയാണ് യൂസ് ചെയ്യുക. അതിനിപ്പോൾ ഇത് പച്ചരിക്ക് വേണമെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ പച്ചരി യൂസ് ചെയ്യുന്നല്ലേ, അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഡ മസൂരി അരിയിൽ പെട്ടെന്ന് തന്നെ പുഴുവും പ്രാണിയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുരുമുളകില്ലേ, കുരുമുളക് അതിൽ കുറച്ച് ഇട്ട് വയ്ക്കും. അപ്പോൾ അത് പെട്ടെന്ന് അതിനകത്ത് കേട് വരാതെ ആ അരി കുറച്ചധികം ദിവസം നിൽക്കുന്നതാണ് അവർ പറയാം കേട്ടോ. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടല്ലോ, ഇതൊക്കെ അടിഭാഗത്ത് ഒരുതരം പായൽ പോലെയൊക്കെ പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ കൂടുതലും എന്താ പറയുക, നമ്മൾ മുകൾ ഭാഗമൊക്കെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ആ ബ്രഷൊക്കെ കിട്ടിയാലും അടിഭാഗം ഓരോ കോർണറൊക്കെ ശരിക്കും അത് ക്ലീൻ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കല്ലുപ്പില്ലേ, ഇതിലേക്ക് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ അരവും മൂലയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ. നല്ല അറ്റവും മൂലയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും. അപ്പം സ്കൂൾ കുട്ടികളുടെ ബോട്ടിൽസൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളം കൊണ്ടുപോകുന്നത്, അതൊക്കെ നമുക്ക് അതുപോലെ ക്ലീൻ ചെയ്ത്. എൻ്റെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിച്ചൺ ടവൽസ് ഒക്കെ ഉണ്ടല്ലോ, കിച്ചൺ ടവൽസ് ആവട്ടെ, ഇതുപോലത്തെ നമ്മുടെ ക്ലോത്തൊക്കെ വരില്ലേ ഉരയ്ക്കുന്നതൊക്കെ, അപ്പോൾ ഇതിൽ പെട്ടെന്ന് എണ്ണമയം പറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണമയം പെട്ടെന്ന് മാറില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ സമ്മതിക്കുക, കുറച്ച് സമയം കൊടുക്കുക, നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതിലെ എണ്ണമയവും കാര്യങ്ങളൊക്കെ പോകും. എൻ്റെ ഈ ലാസ്റ്റ് ടിപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ വെള്ള ഡ്രസ്സിലോ അല്ലെങ്കിൽ വെള്ള മുണ്ടിലൊക്കെ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല മഞ്ഞളിൻ്റെ കളറാവുമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൂടെ തെയ്യത്തിൻ്റെയൊക്കെ സീസണിൽ നമ്മൾ മഞ്ഞപ്പൊടിയിലാണ് മുങ്ങ്. അപ്പം ഇത് ഞാൻ കൺമണിയുടെ ഡ്രസ്സിൽ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും വൈറ്റ് ഡ്രസ്സിന് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നമ്മുടെ സോപ്പില്ലേ, സാധാരണ ഏതെങ്കിലും സർഫ് എക്സലിൻ്റെയോ ഏതെങ്കിലും ഒരു സോപ്പ് നന്നായിട്ട് തേച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിനെ അതുപോലെ തന്നെ അയയിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടുക. അതിന് പിന്നെ കഴുകാൻ പാടില്ല, നേരെ അയയിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം ഒന്നുകൂടെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിനി ഒരു ബ്രഷ് ഇട്ടിട്ടോ ഇല്ല നോർമൽ നമ്മൾ കൈ വെച്ചിട്ടോ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ 90% അല്ലെങ്കിൽ കുറച്ചുകൂടി 95% അതിൻ്റെ കളർ എന്തായാലും നമുക്ക് തിരിച്ച് കിട്ടും. ആ മഞ്ഞ കളറൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളത് തെയ്യത്തിന് പോയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളിലാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു കിച്ചണിലൊക്കെ പെരുമാറുന്നവർക്ക് വൈറ്റ് ഡ്രസ്സിനും കാര്യത്തിലൊക്കെ മഞ്ഞൾപ്പൊടി എന്തെങ്കിലും തട്ടി വീണെങ്കിലും നമുക്ക് ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത ടിപ്പ് ഇടിയപ്പമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഇതുപോലത്തെ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇതിനകത്തേക്ക് മാവ് കുഴച്ച് വെച്ച് നമ്മൾ ഇതിങ്ങനെ വെച്ച് നന്നായിട്ട് മുകളിൽ തിരിച്ചു കൊടുക്കും, കറക്കി കൊടുക്കുമ്പോൾ വരുമല്ലോ. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ ചെയ്യുമ്പം കുറച്ചധികം മാവ് ഇതിനകത്ത് ബാക്കി മുകളിൽ കിടക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നിറച്ച് മാവ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയുള്ള ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ ഏതെങ്കിലും ഒരു സാധനം, കുറച്ച് കട്ടിയുള്ള ഒരു കവറിന് ഇതുപോലൊരു ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതിനെ വെക്കാം. എന്നിട്ട് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കറക്കി കൊടുക്കാം. അപ്പോൾ അതിനകത്ത് മാവ്
ഈ പാത്രത്തിൽ വരത്തില്ല. ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഇലയിലേക്കോ ഇഡ്ഡലി പാത്രത്തിലേക്കോ നമുക്ക് ഇടിയപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് വർക്കായൊരു ടിപ്പാണ്. ചില ടിപ്സൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്നൊക്കെ തോന്നുന്ന ചില ടിപ്സ് ഉണ്ടാവും കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ഇതിൽ പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തപ്പോഴാണ്, എന്നോട് വേറെ അവർ പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ വായിച്ചപ്പോഴൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്ത കുറച്ച് പേരുണ്ടാവും, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് പോയിക്കോളൂ. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയില്ലേ, പഞ്ചസാരയിൽ സാധാരണ ചെറിയ ഉറുമ്പ് എപ്പോഴും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് നമ്മുടെ ഗ്രാമ്പു ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഗ്രാമ്പു ഇട്ടിട്ട് ഒരു 2-3 ഒരു ഗ്രാമ്പു ഇടുകയാണെങ്കിൽ ഇതിൽ പെട്ടെന്നൊന്നും ആ സ്മെല്ലിന് ഉറുമ്പ് കയറില്ല. അതിൻ്റെ ടിപ്പ് എന്താണെന്നറിയോ? അതിനുവേണ്ടി ഞാൻ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കത്തിയുടെയോ പീലറിൻ്റെ ഒന്നും ആവശ്യം. ഇതുപോലത്തെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പീലർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഞ്ചിയുടെ ഒക്കെ തൊലി കളയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുള്ളതാണ് സത്യം. എൻ്റെ അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? നമ്മുടെ ഗ്യാസ് സ്റ്റവില്ലേ, ഗ്യാസ് സ്റ്റവ് ഈ എണ്ണമയം കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിളച്ച് മറിഞ്ഞതൊക്കെ കൊണ്ട് കുറച്ച് വൃത്തികേടായിട്ടിരിക്കാനുള്ള ചാൻസസ് എല്ലാ വീട്ടിലും കൂടുതലാണ്. നമ്മൾ സാധാരണ ഒരു ക്ലോത്ത് വെച്ച് കഴുകുന്നതിനേക്കാളും ആഴ്ചയ്ക്ക് ഒരു ദിവസമോ 10 ദിവസം കൂടുമ്പോഴോ കുറച്ച് ബേക്കിംഗ് സോഡ അതിന് മുകളിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലീൻ്റെ ദിവസമൊക്കെ നിങ്ങൾക്ക് കുറച്ച് അങ്ങനെ ക്ലീൻ ചെയ്യാം. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരും കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങയില്ലേ, ചില സ്ക്യൂസറിലൊക്കെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നില്ല. നമ്മളൊന്ന് സ്ക്യൂസ് ചെയ്താലും നമ്മൾ പിന്നെയും കൈ വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കില്ലേ നമ്മൾ ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടാവില്ലേ, നമ്മൾ മീനൊക്കെ മറിച്ചിടാൻ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്ക്യൂസായിട്ട് വരും കേട്ടോ. ഇതിലുള്ള ചെറുനാരങ്ങ നീര് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് പിഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എരിച്ചിലല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സംഭവം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി വേണം. ഞാൻ ചെറുനാരങ്ങയുടെ ഒരു ടിപ്പ് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. നമ്മുടെ ചെറുനാരങ്ങ കൊണ്ടുവന്നിട്ട് അതുപോലെ ഫ്രിഡ്ജിൽ വെക്കാതെ അതിന് നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് അധിക ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മല്ലിയിലയുടെയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറുനാരങ്ങയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കട്ടിംഗ് ബോർഡ് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരും അല്പം ഉപ്പും ഇട്ടിട്ട് കുറച്ച് സമയം വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുക കേട്ടോ. ഇതിപ്പം പുതിയതായതുകൊണ്ട് ഇതിനധികം അഴുക്ക് കാണുന്നില്ല, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ കുറച്ചെങ്കിലും അഴുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മുടെ കട്ടിംഗ് ബോർഡ് നല്ല പുട്ടപ്പനാക്കിയിട്ട് നമുക്ക് എടുക്കാം. അടുത്തതിൻ്റെ ടിപ്പ് ദോശ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സ്പേർട്സിനെല്ലാം അറിയുന്നുണ്ടോ, എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴല്ലേ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ എണ്ണയോ നെയ്യോ ഒന്നും തൂവി കൊടുക്കരുത്, പകരം കുറച്ച് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ചൂട് കുറച്ച് ബാലൻസ് ആയി കിട്ടും. അതിന് നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ട് നിങ്ങൾക്ക് ദോശ പരത്തിയെടുക്കാൻ പറ്റും. നല്ല തിന്നായിട്ട് ദോശ പരത്തിയെടുക്കുകയാണെങ്കിൽ അത് നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ദോശ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചൂടുണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനിങ്ങനെ പരത്തുകയാണെങ്കിൽ ഈ തവിയുടെ ബാക്കിൽ അതുകൂടെ പറ്റിപ്പിടിച്ച് തിരിച്ച് നമ്മുടെ പുറകെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കട്ടിയുള്ളതോ അല്ലെങ്കിൽ ഒരു ഷേപ്പില്ലാത്ത ദോശയായിട്ട് മാറും. അപ്പോൾ നല്ല തിന്നായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ ദോശ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ നമുക്ക് നെയ്യോ എണ്ണയോ എന്താ വെച്ചാൽ തൂവി കൊടുക്കാം. ഇനി ഓരോ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാലും ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് വേണം അടുത്ത മാവ് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് അത്ര വലിയ ടിപ്പൊന്നുമല്ല, ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ അല്ലെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുമല്ലോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലൊക്കെ. അപ്പോൾ ഇത് പുറത്ത് വെക്കാതെ മാക്സിമം ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കാതെ കുറേ നാൾ വെക്കാൻ പറ്റും കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചിക്കൻ കറി വെക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ആവട്ടെ വെജ് ആവട്ടെ എന്ത് കറി ആവട്ടെ, കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുറഞ്ഞതുപോലെ തോന്നുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. സാധാരണ നമുക്ക് അങ്ങനെ തന്നെ വെള്ളം എടുത്ത് ആഡ് ചെയ്യുന്നതിന് പകരം അത് നന്നായിട്ട് തിളപ്പിച്ച് ആ ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കറിയുടെ ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും വരില്ല.
അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായി നന്നായിട്ട് പാകമായിട്ട് വന്ന കറിയിലേക്ക് നിങ്ങൾ പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് വീണ്ടും അതിനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ മോശമായി. അടുത്തെൻ്റെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറിയോ നല്ല നാടൻ ടേസ്റ്റുള്ള ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ, അപ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ 3 ഐറ്റമിനെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് കിട്ടുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ നോൺ വെജിൻ്റെ ഏത് നോൺ വെജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സോയ എന്തുണ്ടാക്കുകയാണെങ്കിലും അത് നമുക്ക് ഇത് 3ഉം ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ തന്നെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ പേസ്റ്റ് ആക്കിയിട്ടും ഈ പച്ചമുളക് മുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടില്ല. ഇത് 3ഉം ഒരുമിച്ച് തന്നെ ക്രഷ് ചെയ്യാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെച്ചിട്ട് എനിക്ക് കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ടൈം നിങ്ങൾ വീട്ടിൽ ചിക്കൻ കറി വെക്കുമ്പോൾ എന്തായാലും ഇത് 3 ഐറ്റമിനെ ഒരുമിച്ച് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങൾ തലശ്ശേരി സൈഡ് ബിരിയാണിയൊക്കെ വെക്കുമ്പോഴും ഈ 3 ഐറ്റംസ് ഒരുമിച്ചാണ് കേട്ടോ ക്രഷ് ചെയ്യുക. അപ്പോൾ ബിരിയാണി വെക്കുന്നവർക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേറെ വേറെ ആഡ് ചെയ്യാതെ 3ഉം ഒരുമിച്ച് ക്രഷ് ചെയ്തിടുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങില്ലേ, പുഴുങ്ങിയ ഉടനെ നമ്മൾ പച്ചവെള്ളത്തിലേക്കോ അല്ലെങ്കിൽ ഐസ് വാട്ടറിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് പിന്നെയും ഓവർ കുക്ക്ഡ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ പുഴുങ്ങിയ മുട്ട ഉള്ളിലെ മഞ്ഞക്കരുവൊക്കെ നല്ല മഞ്ഞ കളറിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അതിനെ മാറ്റുന്നതെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ആ മഞ്ഞക്കരുവിൻ്റെ കളറ് കറുപ്പാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഇനി ഒരുപാട് സമയം തിളച്ച് അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുക്കറിൽ ഒറ്റ വിസിലടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങി കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്നറിയോ, തൈരില്ലേ, തൈര് നമ്മൾ പാക്കറ്റ് തൈര് വാങ്ങിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ അതിനെ ഒരു റബ്ബർ ബാൻഡോ എന്തോ വെച്ചിട്ട് ആ പാക്കറ്റിൽ തന്നെ നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ തൈര് വെള്ളം പോലെ തന്നെ ഇരിക്കും കേട്ടോ. അതേ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്തതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടൊരു ബോക്സിലേക്ക് ഇതിനെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേയോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്ക് അത് നല്ല കട്ട് തൈരായിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാൻ എന്നും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യം ഇത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്കെന്തോ അങ്ങനെ തോന്നിയതാണോ, ഇനി ഞാൻ ആദ്യം വാങ്ങിച്ച തൈര് നല്ല കട്ടിയുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബ്രാൻഡിൻ്റെ തൈരാണെങ്കിലും എല്ലാം ട്രൈ ചെയ്തു, എല്ലാം അത് വർക്ക്. ടിപ്പ് എന്താണെന്നറിയോ, നമ്മുടെ പഴംപൊരി ഉണ്ടാക്കില്ലേ, പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ തൊലിയൊക്കെ ആദ്യം തന്നെ ഉരുക്കളഞ്ഞ് ഇങ്ങനെയല്ലേ മുറിക്കുക. അതിനേക്കാളും ഈ 2 എൻഡും കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തൊലിയോടെ തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മാക്സിമം തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും, കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോവുകയും ചെയ്യില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യും. എന്നിട്ട് മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് നല്ല തിന്നായിട്ട് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഒട്ടും കട്ടിയാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈക്വൽ സൈസിലുള്ള നമുക്ക് സ്ലൈസ് ആക്കാനും ഇങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ പറ്റും. ഇനി അല്ല നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുമ്പോൾ ചിലത് നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റി, ചിലത് അങ്ങനെ പറ്റിയില്ല. അപ്പോൾ സൈസിൽ മാറ്റം വരുമല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ടിപ്പാണ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സില്ലിയായിട്ട് തോന്നാം, പക്ഷെ എനിക്കത് പറയണം തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണേ. ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ എനിക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ വളരെ സ്പെഷ്യലായിട്ടുള്ള ചായയാണ് കൂടുതൽ. ഞാൻ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴും വേറെ നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ചായയൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴും ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതെനിക്ക് നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങനെ ചായ കുടിക്കാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ചിലവർ ഡെയിലി ചായ കുടിക്കുന്നവരുണ്ടാവും, ചിലവർ എന്നെ പോലെയുള്ളവരുണ്ടാവും. അപ്പം ചിലവർക്ക് ചായ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവേ, അവർക്ക് വേണ്ടിയിട്ടല്ല, ചായ ഉണ്ടാക്കാൻ പഠിച്ചു വരുന്നവരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമ്മൾ വെള്ളം തിളക്കാൻ വെക്കും, അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കും, അപ്പം തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചായയൊക്കെ റെഡിയായതിന് ശേഷം ഒരു കപ്പിലേക്കോ പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും അതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ ചായ കുടിച്ചിട്ടുണ്ട്, അതിന് തീരെ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കല്ലേ. ഇനി ചില വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമായിരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ഛന് ഷുഗർ ഉണ്ട്, അപ്പോൾ അമ്മയും ഞാനും ഷുഗറുള്ള ചായ കുടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ തിളച്ച് വരുമ്പം അച്ഛനുള്ള ചായ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യും. അല്ലാതെ പുറത്തേക്ക് എടുത്തതിന് ശേഷം അങ്ങനെ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഇതെന്തായാലും ശ്രദ്ധിക്കണം. ആദ്യം തന്നെ പൊടിയും പഞ്ചസാരയും രണ്ടും കൂടെ ഒരുമിച്ച്. ഞാനും അമ്മയും നമ്മൾ ഏതൊരു കാഷ്വൽ ടോക്കിൽ വന്നൊരു സംഭവമാണ് കേട്ടോ ഈ കിച്ചൺ ടിപ്സ് ആൻഡ് ഹാക്സ് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ തന്നെ എനിക്ക് അത്രയും ടിപ്സ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു ഫസ്റ്റ് പാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോഴേക്കും എൻ്റെ അടുത്തൊരു 3-4 ഹാക്സ് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
2 ദിവസം എടുത്തു, 3 ദിവസം എടുത്തു. അപ്പോഴേക്കും ഇതാ 15-ൽ കൂടുതൽ ഹാക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതും അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 100% വർക്കായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതെന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇത് വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഫൈനൽ പാർട്ടായിട്ട് തന്നെ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ഫൈനൽ പാർട്ടല്ല, ഇത് ജസ്റ്റ് ഒരു പാർട്ട് 2 മാത്രമാണ്. കൂടുതൽ ടിപ്സും ട്രിക്സും ഹാക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാം നമുക്ക്. കുക്കിങ്ങിൻ്റെ കാര്യത്തിലും കിച്ചണിൻ്റെ കാര്യത്തിലും ബാത്റൂമിൻ്റെ അങ്ങനെ നമുക്ക് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ടിപ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.